വെൽക്കം ബാക്ക് അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിക്ക് നമക് കഥ എന്ന പാഠത്തിലെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഉത്തരങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൻ്റെ ആൻസർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लग रखा था, इसका कारण क्या होगा? ഇംഗ്ലീഷുകാർ ഭാരതീയർ അവർ ഉപ്പ് എടുക്കുന്നത് തടയുകയും അവർക്ക് അമിതമായി ഉപ്പിന് ടാക്സ് ഈടാക്കുകയും ചെയ്തു. എന്താണ് ഇതിന് കാരണം? നമുക്കതിൻ്റെ ആൻസർ നോക്കാം. अंग्रेजों ने भारतीयों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लग रखा था क्योंकि उन्हें नमक का व्यापार आधिकारिक रूप से नियंत्रित करना था. इससे वे नमक पर टैक्स लेकर भारतीय जनता से अधिक धन प्राप्त करते थे. അതായത് ഉപ്പ് വ്യാപാരം ഔദ്യോഗികമായി നിയന്ത്രിക്കേണ്ടി വന്നതിനാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സ്വയം ഉപ്പ് ഉണ്ടാക്കുന്നത് തടയുകയും ഉപ്പിന് നികുതി ചുമത്തുകയും ചെയ്തിരുന്നു. ഇക്കാരണത്താൽ ഇന്ത്യൻ ജനതയിൽ നിന്ന് കൂടുതൽ പണം ഉപ്പിന് നികുതി എടുത്ത് അവർ നേടിയിരുന്നു. അടുത്ത ചോദ്യം: 16 वर्ष बाद देश संपूर्ण उस रास्ते पर चलता हुआ आज़ाद हो गया. इस रास्ते में हुई मुख्य घटनाएं क्या क्या है? അതായത് ഈ 17 വർഷങ്ങൾക്ക് ശേഷം ഈ വഴിയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു വഴിയിൽ നടന്ന കാര്യങ്ങൾ? അതിൻ്റെ ആൻസർ നോക്കാം. ഇസ് രാസ്തേ മേ ഹുയി മുഖ്യ ഘടനാएं थी गांधी जी की दंडी मार्च. इसमें उन्होंने समुद्र के पानी से खुद नमक बनाया और अंग्रेज़ों के नमक कानून का उल्लंघन किया. इसके बाद लोगों में आंदोलन फैला और देश ने संपूर्ण राष्ट्रीय एकता के साथ स्वतंत्रता की लड़ाई ली. അതായത് ഈ വഴിയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ: ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച്, അദ്ദേഹം കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുകയും ബ്രിട്ടീഷ് ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. ഇതിനുശേഷം പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുകയും രാജ്യം തികഞ്ഞ ദേശീയ ഐക്യത്തോടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയും ചെയ്തു. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21-ൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഘടനാവും കോ ക്രമസേ ലിഖേ. ഘടന എന്ന് പറഞ്ഞ സംഭവം. കുറേ സംഭവങ്ങളാണ് ഇവിടെ ഡോട്ടായിട്ട് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സംഭവങ്ങൾ ഡിസോർഡറിലാണ് കിടക്കുന്നത്. നിങ്ങൾ അതിനെ കറക്റ്റ് ഓർഡറിലാക്കണം. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് 4ാമത്തെ സെൻറ്റൻസ് ആണ്. ഗാന്ധിജി പൈദൽ ദാണ്ഡി കെ സമുദ്ര കിനാരെ ചൽപ്പടെ. ഗാന്ധിജി പൈദൽ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് ദാണ്ഡി സമുദ്ര കിനാരെ, ദാണ്ഡി എന്ന സമുദ്രത്തിൻ്റെ തീരത്ത് എത്തപ്പെട്ടു. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് യാത്രാക്കെ ദൗരാൻ ഹസാരോ ലോഗ് ജുഡ്തേ ഗയേ. ഗാന്ധിജി യാത്ര ചെയ്യുന്ന ആ സമയത്ത് വേറെയും ആയിരക്കണക്കിന് ആളുകൾ ഗാന്ധിജിയോടൊപ്പം ജോയിൻ ചെയ്തു. ഇനി അടുത്തത് വരുന്നത് ഈ 5ാമത്തെ ആയിട്ടാണ് വരുന്നത്. രാസ്തേ മേ കൈ ഗാവ് പടേ. പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് ഗ്രാമങ്ങളിൽ നിൽക്കേണ്ടി വന്നു. 4ാമത് വരുന്നത് वे सभी लोग रात किसी गाँव में काटते और सुबह फिर चल पड़ते. അപ്പോൾ ഇവരെല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അവിടെ ചെലവഴിക്കുകയും പിന്നീട് പിറ്റേ ദിവസമാണ് നടത്തം തുടരുകയും ചെയ്തത്. അടുത്തത് 5ാമത്തത് വരുന്നത് സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ അംഗ്രേസോं का कानून तोड़ा. അങ്ങനെ അവർ ഈ സമുദ്ര കെ പാനി സെ, ആ സമുദ്രത്തിലെ വെള്ളം കൊണ്ട് നമക് ബനാക്കർ, ഉപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അംഗ്രേസോं का कानून तोड़ा, ഇംഗ്ലീഷുകാരുടെ ആ നിയമം അവർ തോട എന്ന് പറഞ്ഞാൽ അവർ അതിനെ തകർത്തു എന്നാണ് കേട്ടോ. ഇനി അവസാനത്തെ ലംഘിച്ചു എന്നൊക്കെ പറയും. ലാസ്റ്റ് വരുന്നത് ഇസ് പ്രകാർ ഗാന്ധിജീനെ പൂരെ ദേശ് കോ അംഗ്രേസോं से मुक्त होने का रास्ता दिखा दिया. ഇപ്രകാരം ഗാന്ധിജി പൂരെ ദേശ് കോ, മുഴുവൻ ദേശത്തിനും ഇംഗ്ലീഷുകാരിൽ നിന്ന് മുക്ത് ഹോനേക്ക, സ്വതന്ത്രരാകാവുന്ന രാസ്ത ദിഖാദിയ, വഴി കാണിച്ചു കൊടുത്തു. അപ്പോൾ ഗാന്ധിജിയാണ് നമുക്ക് ഇംഗ്ലീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടാനുള്ള വഴി ആദ്യം കാണിച്ചു തന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാഠം വായിച്ച് മനസ്സിലാക്കിയവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പരീക്ഷയ്ക്കും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതായത് ഘടനാവും കോ ക്രമസേ ലിഖേ, തന്നിട്ടുള്ള ഘടനകളെ ക്രമത്തിൽ എഴുതാനാണ്.
അടുത്തത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു ആക്ടിവിറ്റി ആയിരിക്കും, ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാം. റപ്പട്ട് ലിഗേ. റപ്പട്ട് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് എഴുതാനാണ് കേട്ടോ, വാർത്ത എഴുതാനാണ്. ചോദ്യം വായിക്കാം. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദാണ്ഡി പഹൂഞ്ചെ. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് പൈദൽ ചൽക്കർ കാൽനടയായിട്ട് വന്ന് ദാണ്ഡി പഹൂഞ്ചെ ദാണ്ഡിയിൽ എത്തി. ഗുദ് നമക് ബനാക്കർ സ്വയം ഉപ്പ് ഉണ്ടാക്കി. അംഗ്രേസോം കാ കാനൂൻ തോട ഇംഗ്ലീഷുകാരുടെ ആ കരിനിയമം തകർത്തു. ഈസ് ഘടന പർ ഈ ഒരു സംഭവത്തിൽ സമാചാർ പത്രികയിലെ ഏക് റപ്പട്ട് തയ്യാർ കരേ. ഈ ഒരു സംഭവത്തെ നിങ്ങൾ ഒരു സമാചാർ പത്രികയിലെ ന്യൂസ് പേപ്പറിൽ വരുന്ന പത്രവാർത്തയ്ക്ക് ഇടാവുന്ന ഒരു റപ്പട്ട് തയ്യാർ കരേ, ഒരു റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ റിപ്പോർട്ട് എഴുതുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വേണ്ടത് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഘടന, അതായത് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്ന ഘടന എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം, ആ സംഭവത്തിൽ എന്തൊക്കെ വേണം. ആദ്യം ക്യാ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. പിന്നെ കബ് എപ്പോൾ എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. കഹാം എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. ക്യോം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനും ഉത്തരം വേണം. കേസേ എങ്ങനെ എന്ന ചോദ്യത്തിനും ഉത്തരം വേണം. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമ്മുടെ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്യാ എന്ന ചോദ്യത്തിൻ്റെ അവിടെ നമുക്ക് നമക് സത്യാഗ്രഹസെ ആപ്പ് ക്യാ സമജ്തേ ഹേ, ഈ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം. ഗാന്ധിജി സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ കാലാ കാനൂൻ തോട. ഗാന്ധിജി സമുദ്രത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി, വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി ഇംഗ്ലീഷുകാരുടെ ആ കറുത്ത നിയമം തകർത്തു എന്നാണ് അതിൻ്റെ ഉത്തരം അല്ലേ. ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു വരുന്നു, കബ് എപ്പോൾ എന്ന ചോദ്യം വരാൻ എന്താണ്. നമക് സത്യാഗ്രഹയ്ക്ക് ശുരുവാത്ത് കബ് ഹുയി. ഈ നമക്ക് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം എന്ന് തുടങ്ങി, എപ്പോൾ തുടങ്ങി. കബ് ഹുയി എന്ന് പറഞ്ഞാൽ എപ്പോൾ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, 12 മാർച്ച് 1930. ഇനി അടുത്തത് കഹാം എവിടെ എന്ന ചോദ്യത്തിന് നമക് സത്യാഗ്രഹയ്ക്ക് ശുരുവാത്ത് കഹാം സെ ഹുയി. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ആ ആരംഭം എവിടെ നിന്നും തുടങ്ങി. എവിടെ നിന്നാണ്. സബർമതി ആശ്രം അഹമ്മദാബാദിൽ നിന്ന്. അടുത്ത് ക്യോം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമക് സത്യാഗ്രഹ ക്യോം കിയാ ഗയാ. എന്തുകൊണ്ടാണ് ഈ ഉപ്പു സത്യാഗ്രഹം നടന്നത്. അതിൻ്റെ ആൻസർ എന്താ വരിക. अंग्रेजों ने भारतीयों को खुद नमक बनाने से रोक रखा और नमक के लिए टैक्स देना पड़ता था. इसके विरोध में नमक സത്യാഗ്രഹ കിയാ ഗയ. അതായത് ഇംഗ്ലീഷുകാർ ഇന്ത്യക്കാരെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിന് തടഞ്ഞു. അതുപോലെ ഉപ്പിന് അവർ വലിയ ടാക്സും ഏർപ്പെടുത്തി. അപ്പോൾ ഇതിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമക് സത്യാഗ്രഹം ഉണ്ടായത്. അടുത്തത് കൈസേ എങ്ങനെ നടന്നു. നമക് സത്യാഗ്രഹ കൈസേ കിയാ ഗയ എങ്ങനെയാണ് നടത്തുന്നത്. ആൻസർ എന്താ. സമുദ്രക്കെ പാനീസെ നമക് ബനാക്കർ. സമുദ്രത്തിലെ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ഈ ഉത്തരങ്ങളെല്ലാം കൂടി അങ്ങോട്ട് എഴുതുന്നതാണ് ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു ന്യൂസ് റിപ്പോർട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ന്യൂസ് റിപ്പോർട്ടിൽ എന്തെല്ലാം വേണം. നിങ്ങൾ എഴുതിയ ന്യൂസ് റിപ്പോർട്ടിൽ എന്തൊക്കെ വേണം. ശീർഷക് ലിഖാഹേ തലക്കെട്ട് വേണം. സ്ഥാൻ ലിഖാഹേ സ്ഥലം വേണം. ഘടനാക്ക വിവരൺ ഹേ സംഭവത്തിൻ്റെ വിവരണം വേണം. വസ്തുനിഷ്ഠത ഹേ സത്യാവസ്ഥയായിരിക്കണം. ദൃഷ്ടികോൺ ഹേ അത് നിങ്ങളുടെ കാഴ്ചപ്പാടും വേണം. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു പത്രവാർത്തയാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പത്രവാർത്ത എഴുതാൻ പോവുകയാണ്. അപ്പം മെയിൻ ഹെഡിങ് എന്ന് പറയുന്നത് സമാചാർ റപ്പട്ട് എന്നാണ്. അതായത് പത്രവാർത്ത, ന്യൂസ് റിപ്പോർട്ട്. അതിനുശേഷമാണ് നമ്മുടെ സംഭവത്തിൻ്റെ ആ ഘടനയുടെ ഒരു തലക്കെട്ട് കൊടുക്കണം. നിങ്ങൾ
കൂട്ടുകാരെല്ലാവരും പത്രമൊക്കെ വായിക്കുന്നതല്ലേ, അപ്പോൾ അതിലിങ്ങനെ ഓരോ ന്യൂസുകൾ കാണാറില്ലേ. അപ്പോൾ ഓരോ ന്യൂസിനും അതിന് യോജിച്ച തലക്കെട്ടുകളാണ് നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ഇതിന് യോജിച്ച, നമ്മൾ എന്താണോ ചോദ്യം, എന്താണോ സംഭവം, അതിന് യോജിച്ച ഒരു തലക്കെട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമക് സത്യാഗ്രഹ്, ഉപ്പു സത്യാഗ്രഹം എന്ന് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹമെന്നോ അത് എന്ത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അതിന് ശേഷം വേണ്ടതാണ് എവിടെ നടന്നു അല്ലേ. അപ്പോൾ അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? അഹമ്മദാബാദ്. അപ്പോൾ സ്ഥലത്തിൻ്റെ പേരാണ് ആദ്യം കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ശീർഷകം എഴുതുക, അതിന് ശേഷം സ്ഥലത്തിൻ്റെ പേര് എഴുതുക. അപ്പോൾ അഹമ്മദാബാദ് എന്ന് എഴുതി. ഗാന്ധിജി अपने कुछ अनुयायियों के साथ कल दंडी पहुँचे. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കുറച്ച് അനുയായികളുടെ കൂടെ ദണ്ഡിയിലേക്ക് എത്തി. വഹാം ഉനോംനെ സമുദ്ര കെ പാനി സെ ഗുത് നമക് ബനായ. അവിടെ അദ്ദേഹം സമുദ്രത്തിലെ വെള്ളം കൊണ്ട് സ്വയം ഉപ്പ് ഉണ്ടാക്കി. അംഗ്രേസോം കാ കാലാ കാനൂൻ തോട. ഇംഗ്ലീഷുകാരുടെ ആ കറുത്ത നിയമം തകർത്തു. യഹ് യാത്ര 22 മാർച്ച് को गांधी जी के സബർമതി ആശ്രം അഹമ്മദാബാദ് സെ ശുരു ഹുയി थी. ഈ ഒരു യാത്ര ഈ മാർച്ച് 22 ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് തുടങ്ങിയത്. അവർ കൽ സമാപ്ത് ഹുയി. അത് ഇന്നലെ അത് സമാപിച്ചു. ഗാന്ധിജീനെ യഹ് യാത്ര 24 ദിനോं में पूरी की. ഗാന്ധിജി ഈ യാത്ര 24 ഡേയ്സ് എടുത്ത് ഇത് മുഴുവനാക്കി, പൂർണ്ണമാക്കി. अंग्रेज़ों ने भारतीयों को गुद नमक बनाने से रोक रखा था. ഇംഗ്ലീഷുകാർ ഭാരതീയരെ സ്വയം ഉപ്പ് ഉണ്ടാക്കാനുള്ള അത് തടഞ്ഞിരിക്കുകയായിരുന്നു. നമക് കേലിയെ ടാക്സ് ദേന പടുത്താത. ഉപ്പിന് വേണ്ടി ടാക്സ് കൊടുക്കേണ്ടി വന്നിരുന്നു. ഇസ്കെ വിരോധമേ നമക് സത്യാഗ്രഹ കിയാഗയ. അതിനെ എതിർത്തുകൊണ്ടാണ് ഈ ഒരു സത്യാഗ്രഹം നടന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു പത്രവാർത്ത എന്ന് പറയുന്നതിൽ നേരത്തെ പറഞ്ഞ എല്ലാ സംഭവത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യനുകളുടെയും ആൻസർ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പത്രവാർത്ത എഴുതേണ്ടത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ആക്ടിവിറ്റീസ്. അടുത്തത് ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസ് നോക്കാം. प्रोफाइल तैयार करें और प्रदर्शनी चलाएं. स्वतंत्रता सेनानियों के परिश्रम की देन है आज़ादी. സ്വാതന്ത്ര്യ സേനാനിമാരുടെ പരിശ്രമത്തിൻ്റെ വിലയാണ് സ്വാതന്ത്ര്യം. സ്വതന്ത്രതാ സേനാനിയോं का प्रोफाइल तैयार करें और एल्बम ഡിജിറ്റൽ ആൽബം ബനായേം. ഇത് നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സേനാനിമാരുടെ ഫോട്ടോസ് ഗൂഗിളിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അവരെ കുറിച്ചിട്ടുള്ള പ്രൊഫൈലാണ് നിങ്ങൾ, ഡിജിറ്റൽ പ്രൊഫൈലാണ്, ആൽബമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതുപോലെ സ്വതന്ത്രതാ സംഗ്രാം സെ സംബന്ധിത് ജാൻകാരിയോം കോ ഇക്കട്ടാ കരെ ഔർ പ്രദർശനി ചലായേം. അതുപോലെ ഈ ഹിസ്റ്ററിയിലുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അറിവുകളെല്ലാം ശേഖരിച്ച് ഒരു പ്രദർശനി, ഒരു വീഡിയോ ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും വരാം. ബൈ ബൈ.